അർജുൻ്റെ റെസ്ക്യൂ മിഷൻ അത് വല്ലാത്തൊരു ചതിയായിപ്പോയി എന്ന് തന്നെ പറയണം. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 300 ലൈക്കിൻ്റെ ടാർഗറ്റ്. ഇങ്ങനെ ലൈക്ക് ചെയ്യാൻ പറയാനുള്ള കാരണം കൂടുതൽ പേരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഏതാണ്ട് 2 മാസം ആയിക്കഴിഞ്ഞു അർജുൻ ആ ഒരു ശിരുവില്ല മണ്ണിടിച്ചിൽ അകപ്പെട്ടിട്ട് ഇതുവരെ അതിന് കണ്ടെത്താൻ സാഹചര്യമില്ല. എന്തായാലും കുറച്ച് നാൾ മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് നമുക്ക് വന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയായിരുന്നു. ബുധനാഴ്ച ഡ്രഡ്ജർ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മുടെ ശിരൂരിലെത്തും, എന്നിട്ട് വ്യാഴാഴ്ച തിരച്ചിൽ ആരംഭിക്കുമെന്ന്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അതായത് ഡ്രഡ്ജർ കൊണ്ടുവന്നതായിട്ടും ഇവർ തിരച്ചിൽ തുടങ്ങിയതായിട്ടും എന്നുള്ള ഒരു അപ്ഡേറ്റും നമുക്കറിയാൻ സാധിച്ചില്ല. സോ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതായത് ബുധനാഴ്ച വരുമെന്ന് പറഞ്ഞു ഡ്രഡ്ജർ, വ്യാഴാഴ്ച തിരച്ചിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞു. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു അപ്ഡേറ്റ്സും നമുക്ക് കിട്ടുന്നില്ല. അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ മറ്റെങ്ങും ഞാൻ കണ്ടില്ല. ന്യൂസിലാണെങ്കിലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും എനിക്ക് കാണാൻ സാധിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക. എന്തായാലും ബുധനാഴ്ച ഇത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ബുധനാഴ്ച ഒരു ഡ്രഡ്ജർ നമ്മുടെ ഷിരൂരിലെത്തുമെന്ന് പറഞ്ഞാണ്, വ്യാഴാഴ്ച രക്ഷാപ്രവർത്തനം തുടരുമെന്ന് പറഞ്ഞാണ്. ബട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതായത് നമുക്കറിയാൻ സാധിച്ച കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ആയിട്ട് യാതൊരു പ്രോബ്ലവും ഇല്ല, അതെല്ലാം സർക്കാർ വഹിക്കും. സോ പിന്നെ എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം. ഇനി ഈ സമയത്തോടടുത്ത് വല്ല ക്ലൈമറ്റ് പ്രോബ്ലം വന്നോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം. സോ എന്തായാലും ഇതുവരെ നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.